ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കൊമ്പന്റെ ഒരു കൊമ്പങ്ങ് തല്ലി ഒടിച്ചേക്ക്. ഇനി ഞാൻ വന്ന് കാണുമ്പോൾ ഇവൻ ഒരു കൊമ്പ് മതി. പോയി വരട്ടേടാ ഒറ്റ കൊമ്പ. വിനാശകാലേ വിപരീത ബുദ്ധി. ഇനി നിനക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പച്ച മലയാളത്തിലാക്കി പറയാം. ഒരാളുടെ വിധി അടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ബുദ്ധി ഉത്തമ താല്പര്യത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. അതായത് നിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് സാരം. കുറച്ചു നേരമായി വന്നിട്ട് കസേരയിൽ കുത്തിയിരുന്നുള്ള നിന്റെ ഉറക്കം കണ്ടിട്ട് സഹതാപം തോന്നി, ഒപ്പം സങ്കടവും. പാളയം മാർക്കറ്റിൽ ഇടിവള കാണിച്ച് പേര് വാങ്ങിച്ച ഗുണ്ട ഇടിവള വിഷ്ണു 4 മുഴം ചരടിൽ ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പരമൊരു നാണക്കേടിനി ഉണ്ടാവാനുണ്ടോ? നിന്റെ ആരാധകര് ആത്മഹത്യ ചെയ്യുവോ? അതോ കണ്ണും കാതും പൊതിഞ്ഞ് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ നടക്കുമോ? ഇല്ലെങ്കിൽ പണ്ട് ഗാന്ധാരി ചെയ്തതുപോലെ. ഓ, അത് കണ്ണു മാത്രമേ കെട്ടിയിട്ടുള്ളൂ കേട്ടാ. ഇത് കാതും കെട്ടേണ്ടി വരും. അഭിമാനക്ഷതം. എന്തായാലും ഞാൻ ഇന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. എനിക്ക് കിട്ടിയ ചാകരയാണ് നീ. എന്റെ മകന്റെ ജീവന്റെ വില. നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തീർക്കും. തീർത്തിട്ടെ ആ ബോഡിയിൽ തെരുവ് നായ്ക്കളെ കയറ്റി ഇറക്കി കടിച്ച് പറപ്പിച്ച് വികൃതമാക്കും. കേട്ടടാ? എന്നിട്ട് ആ ചിത്രം നിന്റെ പ്രിയതമയ്ക്കും നിന്റെ അമ്മായി അപ്പൻ ഗോപാലകൃഷ്ണനും അയച്ചു കൊടുക്കും. എന്നിട്ടൊരു കുറിപ്പ് മടിയിൽ കൊടുക്കും. പട്ടി ബാക്കി വെച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴിച്ചിട്ടേക്കാന്ന്. കെട്ടിയിട്ടാണോടാ ചെറ്റ് ചങ്കൂറ്റം കാണിക്കുന്നേ? നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് അഴിച്ചു നോക്കണം. ചുമ്മാ ചൊറിയുന്ന നിന്റെ ഈ നാവുണ്ടല്ലോ, അത് വലിച്ച പുറത്തേക്കിടും. കേട്ടോടാ ഡാനിയലേ, കെട്ടിയിട്ടിട്ടും ഇവന്റെ നാക്കിന്റെ മൂർച്ച കണ്ടില്ലേ? ആദ്യം കെട്ടിയിടേണ്ടത് ഇവന്റെ കയ്യും കാലും അല്ല, നാവാണ് ഇവന്റെ ആദ്യ ആയുധം. ഇത് തകർക്കാൻ നിന്റെ കയ്യിൽ വല്ലതുണ്ടോടാ? പന്നിപ്പടക്കരിപ്പുണ്ട്, വച്ചൊന്ന് പൊട്ടിച്ചാലാ. പന്നിപ്പടക്കം അതീ പന്നി വിഴുങ്ങും. ഡാനിയലേ, എനിക്കിവനെ അങ്ങനെ അങ്ങ് കൊല്ലാൻ ഉദ്ദേശമില്ല. എന്നെ എന്റെ മകനെയും എത്രത്തോളം ഇവൻ നരകിപ്പിച്ചോ അത്രയും. അല്ലെങ്കിൽ അതിനപ്പുറോട്ട് കഷ്ടപ്പെടുത്തിയിട്ടേ ഞാൻ ഇവനെ നരകത്തിലേക്ക് വിടൂ. ഇവന്റെ ഓരോ രോമകൂപങ്ങളിലും എന്നെ കൊല്ലാനുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തുന്നുണ്ടെന്ന് എനിക്കറിയാം. അതും ഞാനിപ്പോ ആസ്വദിക്കുക. എന്തും ചെയ്യാൻ പ്രാപ്തനായി നടന്നവന് ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി ഇരിക്കേണ്ടി വന്ന അവസ്ഥ നിനക്ക് മനസ്സിലായോടാ? ഇതും എന്റെ വാശിയിൽ ഒന്നായിരുന്നടാ. കയ്യും കാലും കെട്ടിയിട്ടിട്ട് വീരവാദം വിളമ്പുന്ന
അറവുമാടിനെ അറക്കാൻ കൊണ്ടുവന്നവന്റെ സുവിശേഷം അത്രേ ഉള്ളൂ. നീ ആണാണെങ്കിൽ കേട്ടറിയണം. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നതേ ഇവന്മാർക്ക് മുന്നിൽ നിന്റെ പെർഫോമൻസ് കാണിക്കാനല്ല, എന്റെ മകനെ കുറിച്ച് അറിയാനാണ്. അവനെ കൊന്ന് നീ അവന്റെ ബോഡി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? പറയടാ. നീ അതറിയാനാണ് ഈ നാടകമൊക്കെ കളിക്കുന്നെങ്കിൽ ചുമ്മാ സമയം മെനക്കെടുത്താന്നേ ഞാൻ പറയൂ. ഞാൻ ഒറ്റിയിട്ട് നീ അങ്ങനെ വീരനായിട്ട് മാറണ്ട. മരിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് മരിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം എനിക്കൊരു തന്തയുള്ളൂ, രാഘവൻ നായര്. എനിക്കത് വ്യക്തമായിട്ട് എവിടെയും പറയാൻ പറ്റും. 24 മണിക്കൂർ നിനക്ക് ഞാൻ സമയം തരും, കേട്ടല്ലോ? അതിനുള്ളിൽ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ തന്നിരിക്കണം. തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. ഇതെല്ലാവരും പറയുന്ന പോലെയുള്ള വെറും വാക്കല്ല, എന്റെ മനസ്സിൽ സൂക്ഷിച്ച പകയിൽ നിന്നുണ്ടായ വാക്കാ. ഇത് മാറില്ല. പകരം നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റും, കേട്ടോടാ? ഇവനെ സൂക്ഷിച്ചോണം. ഇവൻ ഈ കാണുന്ന പോലെയൊന്നുമല്ല. ക്ലോറോഫോം ഉള്ളത് കൊണ്ട് മാത്രം ഇവൻ വീണുപോയതാ. ഇല്ലെങ്കിൽ ഈ കൊമ്പനെ പൂട്ടാൻ അല്പം പാടാ. അതുകൊണ്ട് ഈ കൊമ്പന്റെ ഒരു കൊമ്പങ്ങ് തല്ലി ഒടിച്ചേക്ക്. ഇനി ഞാൻ വന്ന് കാണുമ്പോൾ ഇവൻ ഒരു കൊമ്പ് മതി. പോയി വരട്ടേടാ ഒറ്റ കൊമ്പ. കടൽക്കരയിൽ വെച്ച് നിനക്ക് ഞാനൊന്ന് തരാൻ ഓങ്ങിയതാ. അന്ന് അതിന് കഴിയാത്തതിന്റെ ഒരു നിരാശ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോ മാറി. ഒരു കൊമ്പൊടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി അങ്ങ് എന്റെ പേർ കുടിക്കും. പിന്നെ നീ പിടിയാനയായി. കൊമ്പില്ലാത്ത പിടിയാന. ആണായിട്ടിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് പിടിയാനയായി മാറാൻ പോകുന്നു. എന്നാ പിന്നെ തുടങ്ങിയാലോ നമുക്ക് നമ്മുടെ അംഗം. എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് ചോദ്യം ചെയ്യുന്നതിന് നിനക്ക് എത്ര പണം കിട്ടും? പറ. അബൂബക്കർ നിനക്ക് എത്ര പണം തരും?